ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ്. ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന കുറച്ചധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇതിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം രണ്ട് ടൈപ്പ് ആളുകളാണ് ഉള്ളത്. ഒന്ന് ഇൻട്രോവേർട്ടും പിന്നത്തേത് എക്സ്ട്രോവേർട്ടും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഇതൊക്കെ അറിയില്ലാത്ത ഒന്ന് രണ്ട് പേരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സ്ട്രോവേർട്ട് എന്താണെന്ന് നോക്കാം. ഈ എക്സ്ട്രോവേർട്ടായ ആളുകൾ എന്ന് പറയുന്നത് അവർ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. അതായത് ഓവർ കോൺഫിഡൻ്റ് ആണ്. ഫുൾ ടൈം അവർ ഹാപ്പി ആയിരിക്കും. ആരോട് വേണമെങ്കിലും പോയിട്ട് സംസാരിക്കുക, പെരുമാറാനൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. പിന്നെ ഡെയിലി ഷോപ്പിംഗ്, ട്രിപ്സ്, ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കില്ല. അവരുടെ ചുറ്റും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ് ഈ എക്സ്ട്രോവേർട്ട് ആളുകൾ എന്ന് പറയുന്നത്. എന്നാലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഒരു റൂമിൽ തനിച്ചിരുന്ന് എല്ലാവരോടും സംസാരിക്കാൻ ആകെ ഒരു പേടിയും ടെൻഷനും. അവർക്കാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഒരു കാര്യങ്ങൾക്കും. പിന്നെ അധികം ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങനെ എപ്പോഴും തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആളുകളെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർ തനിച്ചിരിക്കുന്നതാണ് അവരുടെ ഹാപ്പിനെസ്. ഇനി പ്രണയത്തിലേക്ക് വരുവാണെങ്കിൽ പ്രണയം അതാർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒന്നാണ്. അത് ഇൻട്രോവേർട്ടെന്നോ എക്സ്ട്രോവേർട്ടെന്നോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് ഇൻട്രോവേർട്ടിൻ്റെ കേസ് എടുക്കാം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഒരു പെൺകുട്ടിനെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് പുതിയ ആളുകളെ കണ്ടുപിടിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ പുതിയതായിട്ടൊരു പെൺകുട്ടിയെ കണ്ടു. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇവരെ എങ്ങനെ എന്നോട് പെരുമാറും, ഞാൻ എങ്ങനെ അവരോട് സംസാരിക്കും, എൻ്റെ സംസാരം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ അവർ കേൾക്കുമോ, എന്നോട് സംസാരിക്കുമോ, എന്തായിരിക്കും ഞാൻ ആദ്യമേ അവരോട് പോയി ചോദിക്കേണ്ടത്, അവരുടെ റിപ്ലൈ എങ്ങനെയായിരിക്കും തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്ര കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതാണ് ഒന്നാമതായിട്ട് വരുന്ന ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഇവിടെയൊക്കെ പോകുമ്പോഴാണ് പുതിയതായിട്ട് ഗേൾസ് ബോയ്സിനെയും ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെയും ഒക്കെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഒരു കാഴ്ചയിൽ തന്നെ അവർക്കൊരു പെൺകുട്ടിയോട് ഒരു ക്രഷോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനൊക്കെ തോന്നും. അവരുടെ പേര്, വീട്, ഫോൺ നമ്പർ ഇതൊക്കെ ചോദിക്കണം എന്ന് മനസ്സിൽ ഉണ്ടാവും. പക്ഷെ ചോദിക്കില്ല. അതാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പുറത്ത് കാണിക്കത്തും ഇല്ല. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് ഒരു പെൺകുട്ടിനെ കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ വീട്ടിൽ ചെന്നിട്ട് ഒരു റൂമിൽ കയറി ഇരിക്കും. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങും. ചിലപ്പോൾ തനിച്ചിരുന്നവർ കരയൊക്കെ ചെയ്യും. പിന്നെ ചിലരുണ്ട് ഇവർക്കെല്ലാം ഒരു ഇമാജിനേഷൻ ആയിരിക്കും. അതിൽ അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരു ഇമാജിനേഷനിലൂടെ അവർ ചെയ്ത് കാണും. ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്യുന്നത്, അവളുടെ കയ്യിലൊക്കെ പിടിക്കുന്നത്, ഒരുമിച്ച് നടക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർ അവരുടെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യും. ഇതാണ് മൂന്നാമതായിട്ട് വരുന്നൊരു പ്രശ്നം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിജക്ഷനാണ്. അതായത് ഇല്ലാത്ത ധൈര്യമൊക്കെ ഉണ്ടാക്കി പോയിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ആ കുട്ടി അപ്പോൾ റിജക്റ്റ് ചെയ്യും. പിന്നെ അത് മതി, അവരത് ഓർത്തിങ്ങനെ വിഷമിച്ച് നടക്കും. എപ്പോഴും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അവരുടേതായ ഒരു കംഫർട്ട് സോൺ എല്ലായിടത്തും വേണം. ഇങ്ങനെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ മറ്റുള്ളവരോട് സംസാരിക്കത്തുള്ളൂ. ഇനി ഈ പേടിയും ഈ ടെൻഷനും ഒക്കെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കൂടിയുണ്ട്. അതുകൂടി ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളോടെങ്കിലും കൂട്ടുകൂടിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും പകുതി കാര്യം നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് നോക്കിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളെ കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം.
ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് കൂടി ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഒരു കുഞ്ഞു കമൻറ്റും എനിക്ക് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് എപ്പോഴും ഈ കമൻറ്റിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കരുതേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഫങ്ഷൻസും പാർട്ടീസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ എത്ര നോക്കിയിട്ടും സംസാരിക്കാൻ ഒന്നും പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്നും പോവാറില്ല. മാക്സിമം നിങ്ങൾ ട്രിപ്സൊക്കെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ നാണോ പേടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാപ്പൊക്കെ ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പുതിയതായിട്ട് ഒരാളെ കാണുന്നു, എങ്ങനെ മിണ്ടണം ഇതൊന്നും അറിയില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കുക. എന്നിട്ട് ഹലോ, എന്താണ് ചെയ്യുന്നത്, പഠിക്കുവാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇങ്ങനെ കുറച്ചധികം ആളുകളോട് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പേടിയും ടെൻഷനൊക്കെ മാറാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1-2 പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഇതേപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ്, എന്ത് കാര്യത്തിനും ടെൻഷനും പേടിയൊക്കെ ആയിട്ട് നടക്കുന്നവർ, അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.